ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഫുഡോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ജാപ്പനീസ് പാൻ കേക്കാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചോക്ലേറ്റൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഈ ഒരു ജാപ്പനീസ് പാൻ കേക്ക് അല്ലെങ്കിൽ ഡോറയാക്കി, അത് തന്നെയാണോ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ 2 മുട്ട ഒരു ബൗളിലേക്ക് ഞാനിത് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മളതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യം വാനില എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല പോലെ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടോ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല പോലെ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല പോലെ അലിഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നല്ല പോലെ മിക്സ് ചെയ്ത് നല്ല പോലെ പതയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 9 ടേബിൾ സ്പൂണോളം മൈദ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൈദയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി മൈദയും കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൽ വെള്ളത്തിൻ്റെ ഇത് കുറവാണ്. നമുക്കിതൊരു പാൻ കേക്ക് ആക്കി എടുക്കണമെങ്കിൽ ഒരു ദോശമാവിൻ്റെ ബാറ്റർ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഞാനിത് കുറേശ്ശെ ആയിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തു, ഒന്ന് മിക്സ് ചെയ്തു, വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ കുറേശ്ശെ ചേർത്ത് നമുക്കിത് ഒരു ദോശമാവിൻ്റെ ആ ഒരു ബാറ്റർ കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാം. അതുവരെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ടൊന്ന് റെഡിയാക്കി മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാണ്ട് കലക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് നമ്മുടെ ബാറ്റർ നല്ല പെർഫെക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഷുഗറും എല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം ഞാനത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറേശ്ശെ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല കൺസിസ്റ്റൻസിയിൽ നല്ല തിക്കായിട്ട് ശരിക്കും നമ്മുടെ ദോശമാവിൻ്റെ അതേ ഒരു ബാറ്ററായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ തവിയായിട്ട്, അധികം വേണ്ട, ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ചെറിയ രീതിയിലൊന്ന് വട്ടത്തിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് പരത്തണ്ട, ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ആ മുകൾ വശത്ത് ശരിക്കും ആ ബബിൾസ് ഒക്കെ ഒന്ന് വരുന്നത് വരെ, അടിഭാഗം ശരിക്കും ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ആ മുകളിൽ ചെറിയ രീതിയിലൊക്കെ ബബിൾസ് വന്ന് അടിഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എന്ത് ചെയ്യാം, മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മെല്ലെ എല്ലാ ഭാഗത്തു നിന്ന് ഇളക്കി കൊടുത്തിട്ട് മെല്ലെ അതെടുത്തിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല അടിപൊളി കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി ആ ഒരു ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കൂടി കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പാൻ കേക്കും ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ ഇത് നമ്മുടെ ജാപ്പനീസ് പാൻ കേക്കിൻ്റെ ഫൈനൽ പ്രോസസ്സിലാണ്. അപ്പോൾ നമുക്ക് പാൻ കേക്ക് എല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫില്ലിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ന്യൂട്ടല്ലയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ന്യൂട്ടല്ലയ്ക്ക് പകരം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഇഷ്ടം ന്യൂട്ടല്ല ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ന്യൂട്ടല്ല എടുത്തത്. അപ്പോൾ അതായത് നമ്മൾ കുറേശ്ശെ നമ്മുടെ ആ പാൻ കേക്കിൻ്റെ ഉൾഭാഗത്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് സ്പ്രെഡ് ചെയ്യരുത് കേട്ടോ. ഒരുപാട് തിക്ക് ലെയറായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ നെക്സ്റ്റ് പാൻ കേക്ക് വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇതെല്ലാം പുറത്തേക്ക് പോകും. അപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ സൈഡൊക്കെ പ്രസ് ചെയ്ത് വരുമ്പോൾ എല്ലാം പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ പാൻ കേക്ക് വൃത്തിയായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വിധത്തിൽ ഒരു മയത്തിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ സൈഡൊക്കെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജാപ്പനീസ് പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ന്യൂട്ടല്ലയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചാടി വരുന്നൊരു രീതിയിലാണ് നമുക്ക് കിട്ടുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും ഇതെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.